ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ മോർണിംഗ് ഒരല്പം താമസിച്ച് പോയിന്ന്, പക്ഷേ കുഴപ്പമില്ല. കുറച്ച് ഹെവി ഡ്യൂട്ടിക്ക് ശേഷമുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് നോക്കി. ഞാനൊരു പേൾ ഫേഷ്യൽ ചെയ്തു കേട്ടോ, സൂപ്പറാണ്. അതിന് ശേഷം എൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. എന്തൊക്കെയാണെന്ന് രാവിലെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കി. അപ്പോൾ നേരം നന്നേ വെളുത്ത് കഴിഞ്ഞു. ഞാനങ്ങനെ പതുക്കെ എൻ്റെ ജോലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഇന്നൊരു വലിയ ജോലിയുണ്ട്. എനിക്കെൻ്റെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കണം. കുറേ ദിവസത്തെ ജോലികളെല്ലാം കൂടെ പെൻഡിങ്ങാണ്. അത് ഫുള്ള് ഇത്രയും മെസ്സി ആയിട്ടുള്ള കിച്ചൺ ഒന്ന് സൂപ്പർ ക്ലീനാക്കി എടുക്കണം. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ പതുക്കെ പണി തുടങ്ങി. എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളതാണിത്. കാരണം അത് അത്രയും ഒതുക്കി മാറ്റണമെങ്കിൽ എനിക്ക് വേറൊരു കബോർഡിനകത്തേക്ക് അതെല്ലാം കൂടെ മാറ്റണമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. പതുക്കെ രാവിലത്തെ ഡ്യൂട്ടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഡ്യൂട്ടിയാണ്. ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ജോലിയും കൂടെ ചെയ്യേണ്ടി വരണം. വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ പെട്ടെന്ന് കുട്ടിയായ പോലെ, സ്കൂളിൽ പോയി വെള്ളം കുടിച്ച പോലൊരു ഓർമ്മ. ഇതൊക്കെ എൻ്റെ കഷ്ടപ്പാടുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ്. അതായത് എനിക്കിതൊന്നും ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നവർക്ക്. ഓക്കെ, ഞാൻ ഈ അക്ക മസാലകളെല്ലാം ചപ്പാത്തി പലയുടെ മുകളിലേക്ക് ഒതുക്കി വെച്ചു. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നത്. 2-3 ചപ്പാത്തി പലകളുണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ എൻ്റെ അടക്കണൊക്കെ അഴുക്കായി. അപ്പോൾ പിന്നെ അതും മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതെനിക്ക് കളയാം. അപ്പോൾ ആ സ്പേസ് എനിക്ക് കാര്യമാവും. പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി നോക്കുകയാണ്. നമ്മുടെ ബേർഡ്സിന് കൊടുക്കുന്ന മൾട്ടിഗ്രെയിൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ, പക്ഷേ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. മോർണിംഗ് അവർക്ക് കൊടുക്കും. എപ്പോഴും ഇത് സ്റ്റോക്ക് ചെയ്യും. നമ്മൾ വെള്ളം ഒഴിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അത് അവർക്ക് കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അവർക്കിത് കാണുമ്പോൾ. എനിക്കിതൊന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. അത്തിനെ കൊടുക്കുന്നതിനേക്കാൾ ഹാപ്പിയാണ് ഈ വൈറ്റ് ചനയും ഒക്കെ അവർക്ക് കഴിക്കാൻ. ഈ ഒരു കബോർഡ് വാങ്ങിയത് എനിക്ക് ഭയങ്കര ആശ്വാസമായി കേട്ടോ. ഒട്ടുമിക്ക സാധനങ്ങളും എനിക്ക് അതിനകത്ത് കൊള്ളിക്കാൻ പറ്റി. വലിയ വിലയൊന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്, സൂപ്പറാണ്. കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് പൊട്ടി. ഇതൊന്നും കവർ പൊട്ടിക്കാത്തതാണ്. പൊട്ടിക്കുമ്പോൾ എടുക്കാം. ഒറ്റ പാത്രത്തിൽ ഇട്ടാ ഇത് ഓക്കെ, സെറ്റ്. ഇങ്ങനെ കിച്ചൺ കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. പൊളി വൈബാണ്, പൊളി വൈബ്. ഇങ്ങനെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, പക്ഷേ 1 മണിക്കൂർ പോലും എൻ്റെ കിച്ചണിൽ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും, പിന്നെയും വീണ്ടും അഗെയിൻ. ഈ ഒരു സാധനം വന്നപ്പോൾ തന്നെ എനിക്ക് മുക്കാലും ക്ലീനായി. ഇതാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഒരു സാൻഡ്വിച്ചിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ഉച്ചക്കലത്തെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സാമ്പാർ, ചോറ്, ഒരു മെഴുക്ക് പുരട്ടി. വലിയ പ്ലാനിങ് ഒന്നും അല്ല, പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. ഐഡിയയിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടൊരു ചെറിയ സാമ്പാർ ഉണ്ടാക്കുക, ഒരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, ഉച്ചയ്ക്ക് ചോറുണ്ണുക, ഉച്ച കഴിഞ്ഞ് പാർലറിലേക്ക് ഇറങ്ങുക. ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പ്ലാൻ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം സ്വതവേ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ ഭയങ്കര മടിയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം പാർലറിലെ ജോലികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യാനാണ് ഇപ്പം കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ കുക്കിങ്. അപ്പം ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ ചെയ്തേക്കാം, ഒരു ജോലി ആയിക്കോട്ടെ. അപ്പോൾ പെട്ടെന്ന് അതെല്ലാം ഒന്ന് ഒതുക്കി മാറ്റി കഴിഞ്ഞിട്ട് പാർലറിലേക്ക് ഇറങ്ങാനുള്ള വെപ്രാളത്തിലാണ്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങണം. ക്ലയൻറ്റ് വന്നാൽ നേരത്തെ ഇറങ്ങണം. ക്ലയൻറ്റ് വന്നില്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴെങ്കിലും എനിക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ തീരുമാനിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പാർ വയ്ക്കുക, മെഴുക്ക് പുരട്ടി വയ്ക്കുക, ചോറുണ്ണുക, ഫ്രഷ് ആകുക,
താഴേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ജോലിയും പാർലറിലെ ജോലിയും പുറത്തെ ജോലിയും എല്ലാം കൂടെ ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഫെഡപ്പാകും. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് പിന്നെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കും. ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ 2 വീക്കായിട്ട് കണ്ടിന്യൂസ്ലി പാർലറിൽ വർക്ക് ആയതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ഒതുക്കി വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇനി അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു മൺഡേ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓഫായിരിക്കും. അപ്പം ഞാനൊരു ഹാഫ് ഡേ ലീവൊക്കെ എടുത്തിട്ട് പതുക്കെ ഞാനൊന്ന് റീഫ്രഷൊക്കെ ആയി നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ പുതിയത് സ്റ്റാർട്ട് ചെയ്യാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു. വെള്ളം തിളപ്പിച്ചു. ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുക. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളമാണ്. കുഞ്ഞിലേ മുതൽ അത് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് കുടിക്കുക. സാധാ വെള്ളം കുടിക്കുന്നതിന് എനിക്ക് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം. അതും അജുവൈൻ ഇട്ടിട്ട്. അജുവൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയമോദകം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുക. അതിട്ട് വെള്ളം തിളപ്പിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഗ്യാസിനൊക്കെ നല്ലതാണ്. അപ്പം ആരെങ്കിലും തിളപ്പിക്കാത്തവരുണ്ടെങ്കിൽ അജുവൈൻ ഇട്ട് ഈ അയമോദകം ഇട്ടൊന്ന് തിളപ്പിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് മെഴുക്കുവരട്ടിയുടെ പരിപാടിയും കൂടെ കഴിയുമ്പം കിച്ചണിൽ നിന്നിറങ്ങുക. അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ബീറ്റ്റൂട്ട് കഴിക്കുന്നത് നല്ലതായതുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മോൾക്ക് അത്ര താല്പര്യമില്ല. പിന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ കഴിക്കാം, മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി കഴിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ബീറ്റ്റൂട്ട് എടുത്തത്. പിന്നെ സ്കിന്നിനൊക്കെ ഇച്ചിരി ഗ്ലോ കിട്ടാനും പിന്നെ ഐസ് ക്യൂബായിട്ട് നമ്മൾ ട്രേയിൽ വെച്ചിട്ട് മോർണിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാനും ഫേസ് വൈപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കേ. ഇത് സാമ്പാറിലിടാനുള്ള മല്ലിയിലയാണ്. എനിക്കും മോൾക്കും മല്ലിയില ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് മല്ലിയില ഇഷ്ടമേ ഇല്ല. അങ്ങനെ മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? പുള്ളിക്ക് അദ്ദേഹത്തിന് ഒട്ടും പറ്റാത്ത സാധനമാണ് ഈ മല്ലിയില. ബിരിയാണിയിലൊക്കെയാണ് അരച്ച് പേസ്റ്റാക്കി മസാലയിൽ മിക്സ് ചെയ്ത് ഇതിങ്ങനെ കാണുമ്പോൾ എന്തോ ഭയങ്കര നമുക്ക് ചില സാധനങ്ങളോടൊരു ഇഷ്ടക്കേട് തോന്നത്തില്ലേ? അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ മല്ലിയില. പക്ഷെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ധാരാളം യൂസ് ചെയ്യാറുണ്ട്. ആദ്യം എനിക്ക് കുറച്ചും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ ഇപ്പം എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിലിടുന്നത് ഇഷ്ടമാണ്, രസത്തിലിടുന്നത് ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. അതുകൊണ്ട് മല്ലിയില ഇട്ട സാമ്പാർ ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ മല്ലിയില ഇട്ട സാമ്പാറാണ് വെച്ചിരിക്കുക. അപ്പോൾ അതേ സാമ്പാറൊക്കെ റെഡിയായി. സാമ്പാർ അടിപൊളി സാമ്പാറാണ് കേട്ടോ. എൻ്റെ ക്വിക്ക് സാമ്പാറാണ്. ഞാൻ അതിന് വേണ്ടിയൊന്നും വലിയ സമയമൊന്നും അങ്ങനെ മെനക്കെടാറില്ല. അപ്പോൾ സാമ്പാറും ചോറും മെഴുക്ക് പുരട്ടിയും കൂട്ടി ഊണ് കഴിച്ച് തൃപ്തിയായി. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.